ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എക്കാലത്തും എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒന്നായിട്ടുള്ള നെയ്യപ്പമാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അരി അരയ്ക്കുന്നത് ഒഴിച്ചാൽ വെറും 10 മിനിറ്റിൽ നമുക്ക് നെയ്യപ്പം തയ്യാറാക്കി എടുക്കാം. നെയ്യപ്പം ഉണ്ടാക്കാൻ ഇത്ര ഈസി ആയിരുന്നു എന്നുള്ളത് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈ ഈസി നെയ്യപ്പത്തിൻ്റെ റെസിപ്പി. അപ്പോൾ പിന്നെന്താ, നമ്മളെപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും പുതുതായി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നെയ്യപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നെയ്യപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നാഴി, അതായത് 1 ഗ്ലാസ് പച്ചരി കഴുകി കുതിർത്ത് എടുത്തിട്ടുള്ളതാണിത്. 1 ഗ്ലാസ് പച്ചരി കൊണ്ട് നമുക്ക് 15 മുതൽ 20 നെയ്യപ്പം വരെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ ആളുകളുള്ളവർ അരിയൊക്കെ കൂടുതൽ എടുത്തിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ഏലക്കായ്, പിന്നെ നമ്മൾ കറിയൊക്കെ എടുക്കുന്ന കയ്യിലില്ലേ, ചാറ് എടുക്കുന്ന, അതിന് 1 കയ്യിൽ നിറയെ ചോറ് ചേർത്ത് കൊടുക്കുക. ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് സോഡാപ്പൊടിയാണ്, ബേക്കിംഗ് സോഡ. നമ്മൾ ഇഡ്ഡലി ദോശ മാവിലൊക്കെ ചേർക്കുന്നത്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തരികളൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബെല്ലം പാവ് കാച്ചാനായിട്ട് വെക്കാം. ഞാനിവിടെ 2 അച്ച് ബെല്ലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റൗവിൽ വയ്ക്കാം. അപ്പോഴേക്കും ഞാനിതാ അവിടെ അരി അരച്ചെടുത്തിട്ടുണ്ട്. അധികം വെള്ളം ചേർക്കാതെ ഒരുപാട് ലൂസാവാതെ ഒരു മീഡിയം തിക്നെസ്സിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരി അരച്ചെടുക്കാനായിട്ട്. ഞാനിതാ ഇവിടെ നല്ല ഫൈനായിട്ട് തരികളൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബെല്ലപ്പാവ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ചൂടോടുകൂടി ഒരിക്കലും ബെല്ലപ്പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇതിൽ ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബെല്ലപ്പാവ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 അച്ച് ബെല്ലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ചെറുതാണെങ്കിലും അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇതാ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇത്തിരി വെള്ളം പോലെയാണ് ഉണ്ടാവുക. നമ്മളതൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുകയാണ്. റവ ചേർത്ത് നന്നായിട്ട് ഇളക്കുമ്പോൾ നമ്മളുടെ ബെല്ലപ്പാവ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് ഇത്തിരി ലൂസാവും. അപ്പോൾ അത് ഇത്തിരി തിക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് നല്ല തിക്കായിട്ട് തന്നെ വരും. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്ത് നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. അത് ഇടയ്ക്ക് കടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് തേങ്ങ ചിരവി ഇട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കലോ അങ്ങനെ ഒരു പരിപാടിയില്ല. നമ്മൾ ഡയറക്റ്റ് ഇപ്പം തന്നെ ഇത് ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒരു തവി നെയ്യപ്പത്തിൻ്റെ മാവ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. വളരെ പതിയെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് നിറച്ചെടുത്താൽ ഒരുപാട് അതിൽ ഒറ്റിപ്പോവും. മെല്ലെ താഴത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളൊന്നും ചെയ്യരുത്, അത് തനിയെ മേലോട്ട് പൊന്തി വരും. പൂരിയൊക്കെ പൊന്തി വരുന്നത് പോലെ തനിയെ പൊന്തി വരും. കണ്ടോ? നല്ല എണ്ണമയമുള്ള ചീനച്ചട്ടിയാണെങ്കിൽ, അതായത് സ്ഥിരം നമ്മൾ ആ ചീനച്ചട്ടിയിൽ വേറെ ഒന്നും കുക്ക് ചെയ്യാണ്ട് എണ്ണ ഉപയോഗിച്ചുള്ള ഫ്രൈങ് മാത്രം ചെയ്യുന്ന ചീനച്ചട്ടിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ പൊന്തി വരും. അല്ലെങ്കിൽ ആദ്യത്തെ 2-3 നെയ്യപ്പം ചിലപ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും പേടിക്കരുത്. ആദ്യത്തെ 1, 2, 3 അങ്ങനെ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോഴേക്കും തന്നെ ചീനച്ചട്ടി നന്നായിട്ടൊന്ന് മയങ്ങി വരും എണ്ണയിൽ കിടന്നിട്ട്. അപ്പോൾ ഇതാ നെയ്യപ്പം പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കണം. ഒരു സൈഡ് മാത്രം കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം കളറ് വല്ലാതെ കരിഞ്ഞു പോയ പോലെ ആവും.
അപ്പോൾ നമുക്ക് ധാരാളം ക്ഷമ വേണ്ട ഒരു കാര്യമാണ് ഫ്രൈ ചെയ്തെടുക്കുന്ന കാര്യത്തിൽ. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്, എന്നാലേ ഉൾവശം വേകുള്ളൂ. നെയ്യപ്പത്തിൻ്റെ ചുറ്റുവശം നന്നായിട്ട് ക്രിസ്പാവും, പക്ഷേ ഉൾവശം വേവാതെയാവും. അപ്പോൾ ഉൾവശം നടുക്ക് ഭാഗം കൂടി വേകാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ നെയ്യപ്പം ഉണ്ടാക്കാൻ? വെറും 10 മിനിറ്റ് മതി നെയ്യപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക വീഡിയോ കാണുന്നവർ. അപ്പം ഞാൻ ഒരിക്കൽ കൂടി ഇത് നെയ്യപ്പം ഒഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ, ഒന്നുകൂടെ. ചുട്ടുകൊണ്ടേ ഇരിക്കും തോറും പാത്രം കാലിയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ടേസ്റ്റി നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് നെയ്യപ്പം. അതിൻ്റെ ഉൾവശമൊക്കെ നല്ല കുക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ അരികു വശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ്. പണ്ടത്തെ നമ്മുടെ നാടൻ നെയ്യപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. എല്ലാവർക്കും അയച്ചു കൊടുക്കുക, അവരും നെയ്യപ്പമൊക്കെ ഉണ്ടാക്കട്ടെ അത് കണ്ടിട്ട്. അപ്പോൾ പിന്നെന്താ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.